ശതമാനം സ്ഥലവും കണ്ണൂർ ജില്ലേൻ്റെ സ്ഥലം ഇവിടുന്ന് നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏഴിമല എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ മെയിൻ ഒരു ഹലോ നമസ്കാരം, NBRKൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ ഒരു ഉറ്റ സുഹൃത്ത് ജാഫർ ഭായി ഉണ്ട്. അപ്പോൾ മൂപ്പര നാടായിട്ടുള്ള പയ്യന്നൂർ രാമന്തളിയിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ രാമന്തളി എന്നുള്ളത് അടിപൊളി ഒരു വീഡിയോ അല്ലേ? ഈ നേരത്ത് ഈ ഒരു വൈകുന്നേര സമയത്ത് കാണാൻ പറ്റിയ ഒരു വൈബ് സ്ഥലം ഇന്ന് കണ്ട് ഞാൻ ഇന്ന് തന്നെ ചിലപ്പോൾ മുടങ്ങില്ലെങ്കിൽ നാളെ രാവിലെ ഇവിടുന്ന് പെട്ടെന്നുള്ള വരവായിരുന്നു. അപ്പോൾ എന്താണ് ജാഫർക്ക്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ നാട്ടിൽ ഞാൻ വന്നിട്ട് എന്താണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്? നമ്മളെ പ്രേക്ഷകർക്ക് എന്താ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? ഞാനിപ്പോ ഈ ഒരു വ്യൂ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ ഉപരി കാണുന്നതായിരിക്കും നല്ലത്. ഇത് കാണണ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ നാടെന്ന് പറഞ്ഞൊരു ഉപദ്വീപാണ്. 3 ഭാഗം വെള്ളവും 2 ഭാഗം പുഴയും പിന്നെ അറബിക്കടലും, ഒരു സൈഡിൽ അറബിക്കടലും പിന്നെ ഒരു സൈഡിൽ ചെറിയ ഒരു ഭാഗം മാത്രമേ കരയെന്ന് പറയാനുള്ളൂ. അങ്ങനെ ഒരു അതിമനോഹരമായ ഒരു ഉപദ്വീപാണ് രാമന്തളി എന്ന് പറയുന്നത്, ഈ രാമന്തളി പഞ്ചായത്ത്. ഓക്കെ, അപ്പോ നിങ്ങൾ എന്തായാലും ബോറടിപ്പിക്കൂല അല്ലേ? ഇല്ല, കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നല്ല വീഡിയോയിൽ തുടങ്ങണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് നല്ലൊരു കാഴ്ച കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഏതായാലും ബാക്കി നമുക്ക് നോക്കാം, വഴിയെ കാണാം. കുറച്ച് വൈകി നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് ഈ ഒരു ഭാഗം അല്ലേ? അപ്പോ ഈ ഒരു ഭാഗത്തിന് പറയുന്നത് കുരിശുമുക്കല്ലേ? എങ്ങനെയാണ് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യൻ ഇവിടെ ഫുള്ള് കുരിശുകളാണല്ലേ? പണ്ട് കാലങ്ങളിലുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഇവിടെ. ശരിക്കുള്ള ചരിത്രം എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ലെങ്കിലും അപ്പൊ ഓരോ മുക്കിലും കുരിശുകളുണ്ട്. അതിന്റെ പേര് അതുകൊണ്ടാണ് കുരിശുമുക്ക് എന്ന് പറഞ്ഞല്ലേ? ഓരോ മുക്കിലും കുരിശുകൾ വെച്ചിട്ടുണ്ട് ഇവര് ആചാരപ്രകാരം അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പള്ളി എന്താണ് കുരിശുമുക്കിലെ പള്ളി അല്ലേ? ഓക്കെ, ഈ ഒരു മലന്റെ ഇത് ഏഴിമല എന്ന് പറയും. ഇതെല്ലാവർക്കും അറിയാം. ഏഴിമല എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ഇന്ത്യൻ നേവൽ അക്കാഡമിന്റെ മെയിൻ ഒരു ക്യാമ്പാണ് ഇവിടെ. ഇത് നമ്മളിപ്പോ പോയിരിക്കുന്ന വലത്ത് സൈഡില് അവരെ ബോർഡറാണ്. ഇത് ഇവിടെ കാണാം. ഇത് ഈ കാണുന്നതൊക്കെ ഈ ബോർഡറിൽ പെട്ട ഭാഗമാണ്. നേവിയുടെ ലെവലൊക്കെ ഇവിടുത്തെ ബോർഡറാണ്. ഇവിടുന്ന് അങ്ങോട്ട് കടൽ വരെ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു ആദ്യം. സ്ഥലങ്ങളൊക്കെ അവർ വാങ്ങിച്ചു, ഗവൺമെന്റ് കയ്യിലാണ് കിടക്കുന്നത്. ആൾക്കാർക്കൊക്കെ അതിന് ഇതൊക്കെ കൊടുത്തിട്ട് അത് വന്നപ്പോ ഈ ഒരു ആ ഭാഗത്തും ഈ ഭാഗം എന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഈ നേവൽ അക്കാഡമിനകത്തെ ഫോട്ടോകളൊന്നും നമുക്ക് എടുക്കാനോ കൊടുക്കാനുള്ള അധികാരമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അറിയാം നേവൽ അക്കാഡമി ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനിയും ഹിൽസിന്റെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഹനുമാന്റെ പ്രതിമയുണ്ട് ഇവിടെ. ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏഴുമലന്റെ മുകളിൽ വന്നപ്പോൾ ഉള്ള കാഴ്ച കേട്ടോ. ഇത് ഏകദേശം ഇപ്പൊ സമയം എന്ന് പറയുന്നത് 6:10 ആയിട്ടുണ്ട്. ആ ഒരു 6:10 കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഇതാ. ആ ഒരു ഏരിയ ഇതിപ്പോ കണ്ണൂർ ജില്ല തന്നെയാണ് ഇത് മൊത്തം അല്ലേ? ഇത് കഴിഞ്ഞാല് കാസർഗോഡാണ് കിടക്കുന്നത്. അങ്ങോട്ടാണ് അല്ലേ? ഇതിങ്ങനെ ഇരുട്ടി കർണാടക അങ്ങനെ പോകൂലേ? മട്ടന്നൂർ ആ ഭാഗത്ത് അങ്ങനെ അങ്ങ് പോകും. ശരിയാ, പക്ഷെ ഒന്നുകൂടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉഷാറായിന്നല്ലേ? അപ്പോൾ ഇത് ഒരു റിസോർട്ടാണ്. റിസോർട്ട് ആയിരുന്നു. അതിൻ്റെ എന്താ പറയുക, മെയിൻ്റനൻസ് ഇപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കയറാമായിരുന്നു. ഒന്നും കൂടി ഒരു ഹൈറ്റ് കയറിയിട്ടുള്ളൊരു വ്യൂ ഇവിടുന്ന് കിട്ടുമായിരുന്നു. ഇത് ഓപ്പൺ ആണ്, പക്ഷേ ഇത് ഓപ്പൺ അല്ല, ക്ലോസ് ആണ്. ഏറ്റവും വലിയ ഹനുമാൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ ജാഫർക്ക് പറയുന്നത്, കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ കണ്ണൂർ നമ്മൾ ഹനുമാൻ്റെ പ്രതിമ ഏറ്റവും വലുതുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കയറി വരിക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു വ്യൂ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവമാണ്. അത് ഈ ഭാഗമാണ്, ഈ ഒരു ഭാഗമാണ്. ഇതിന്റെ താഴോട് ഒരു പുഴ പോകുന്നുണ്ട്. ആ സൈഡ് കൂടെ നമ്മൾ കയറി വന്നത്. ഓക്കെ.
പുഴ അങ്ങനെ ശരിക്കും അപ്പോൾ ഇതുണ്ട് കടലുണ്ടോ ഇത് കടല് അതിന്റെ താഴെ ആ പുഴ ഇങ്ങനെ വന്നിട്ട് പുഴ അങ്ങനെ തന്നെ പോയിട്ട് അങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട് ആ പുഴ. അത് ശരി. ഈ ഒരു മലനെ ചുറ്റി വരുമെന്ന് തോന്നുന്നു. ചുറ്റും പുഴയാണ്. ഈ കടൽ ഇത് അറബിക്കടലിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നല്ലേ. ഇത് പിന്നെ പുതിയങ്ങാടി കടപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ അല്ലേ. അത് ആ കടൽ മീൻപിടുത്തത്തിന് വളരെ പേര് കേട്ട സ്ഥലമാണ്. അതിന്റെ കുറേ ബോട്ടുകളുണ്ട് അവിടെ വെള്ളത്തില് ആ സൈഡില് ഒരു ഷെയ്ഡ് പോലെ ഉണ്ട്. അതൊക്കെ മീൻപിടുത്തക്കാരുടെ ബോട്ടാണ്. ശരി. പുതിയങ്ങാടി ഫേമസ് ആണല്ലോ അല്ലേ. അപ്പോൾ സുഹൃത്തുക്കൾ, ഈ ഒരു ഏഴുമലൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ റിസോർട്ട്, ഇപ്പോൾ ഈ ഞങ്ങൾ നിൽക്കുന്ന ഈ റിസോർട്ടിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അടിപൊളി കാഴ്ച തന്നെ പറയാം കേട്ടോ. കാരണം കണ്ണൂരിൻ്റെ ഏകദേശം 3/4 ഭാഗം അല്ലേ ഈ ഒരു ഇതിൻ്റെ മേലെ കയറിയാൽ കാണാൻ പറ്റും. ബാക്ക് സൈഡ് മല ആയതുകൊണ്ടാണ് അങ്ങോട്ട് കാണാൻ പറ്റില്ല. അതെ അതെ, ഈ ഒരു ഏരിയ മൊത്തമായിട്ട് കേട്ടോ. ഏകദേശം 100% 90% സ്ഥലവും കണ്ണൂർ ജില്ലേൻ്റെ സ്ഥലം ഇവിടുന്ന് നിന്നാൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഹനുമാൻ മന്ദിർ. ഓക്കെ 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 ഓക്കെ. ഇവിടൊക്കെ ഇരുട്ടായില്ലേ. ഞാൻ കുറച്ച് ഡീറ്റെയിൽ കളക്ട് ചെയ്തില്ല. ഇങ്ങനെയാണെങ്കിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ഇത് പ്രിപ്പയർ ആയി വരികയാണെങ്കിൽ. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ഹനുമാൻ മന്ദിറിൻ്റെ ആ ഒരു സ്റ്റാച്ചു, ഹനുമാൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ആ ഒരു പ്രതിമൻ്റെ താഴെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. കാണുമ്പോഴേ അറിയാം നല്ല വലിപ്പമുണ്ട്. ഓക്കെ, എന്നിട്ട് ഡീറ്റെയിൽസ് വായിക്കുക. എങ്ങനെ ഞങ്ങൾ ഇതാ ഈ ഒരു ഹനുമാൻ സ്റ്റാച്ചുവിൻ്റെ താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. അത് നമ്മുടെ സ്വന്തം കണ്ണൂരിലാണ്. ഏഴുമല താണ്ടി ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതിമയാണ് ഈ ഒരു പ്രതിമ കേട്ടോ. നിങ്ങൾ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്? ഞാൻ ഇതിന്റെ താഴെ തന്നെ ഇങ്ങനെ നിങ്ങളെ പോലത്തെ ഓരോ സുഹൃത്തുക്കൾ വരുമ്പോൾ ഞാൻ കാര്യമായിട്ട് വരുന്ന ഒരു മെയിൻ സ്ഥലമായത്. അത് ശരിയാണ്. നമ്മുടെ നാട്ടിലെ ഭംഗി കാണിക്കാൻ ഇവിടെ കയറരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കയറണ്ട. അതുപോലത്തെ ഒരു തേങ്ങ പൊട്ടിച്ച് പൂജയൊക്കെ നടക്കുന്നതാണ് ഇവിടെ. ഓക്കെ, ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ണൂരിനെ സംരക്ഷിക്കുന്ന ആ ഒരു വ്യൂവിലാണ് നിൽക്കുന്നല്ലേ. കണ്ണൂർ ഭാഗത്തേക്ക് അങ്ങോട്ട് നോക്കിയിട്ടാണ് ആള് നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഏഴുമലൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏഴുമല സമുദ്രനിരപ്പിൽ നിന്ന് 215 മീറ്റർ ഉയരത്തിൽ. ബാക്കി നിങ്ങൾ വായിക്കാം കേട്ടോ, നല്ല വായിച്ച് നോക്കുക. എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ജനുവരി 3. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഏകദേശം 6:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു വെളിച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹനുമാൻജിയുടെ പ്രതിമ. അപ്പോൾ ഇത് 2009 ഇത് നിർമ്മിച്ചത് കേട്ടോ, ജനുവരി 3. ഓക്കെ, The highest idol of Lord Hanuman in Kerala, 41 feet. So മതി പോവാ.
അപ്പൊ സുഹൃത്തുക്കളെ, ഏഴുമലന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു റിസോർട്ടിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയും അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം ഹനുമാൻ സ്റ്റാച്ചു, അപ്പോൾ അതൊക്കെ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി ഇതിപ്പോൾ രാത്രികാല കാഴ്ച കേട്ടോ നിങ്ങൾ കണ്ടത്. ഏകദേശം 7 മണിയോളം ആയിട്ടുണ്ട്. പക്ഷെ മുകളിൽ വെളിച്ചമുള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഇനി പകൽ കാഴ്ചകൾ ഇനി വേറെ വരുന്നുണ്ട്. ആര് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ഒരു പ്രത്യേകം കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇത്രയും മനോഹരമായ, ഞാനൊക്കെ ഒരു ഭാഗ്യവാൻ എന്ന് പറയാം. ഈ നാട്ടിലൊക്കെ ഇത്രയും നല്ല ഭംഗിയുള്ള ഈ നാട്ടിൽ ജനിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഏത് കൂട്ടുകാരും ആര് വന്നു കഴിഞ്ഞാൽ, ഫാമിലീസ് ആവട്ടെ കൂട്ടുകാരൊക്കെ വന്നു ഞാൻ ഇവിടെ കാണിക്കാതെ തിരിച്ചയക്കാറില്ല അവരെ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.